മഴ മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ്. പക്ഷേ എല്ലാവരും അത് ഒരുപോലെയാണോ അനുഭവിക്കുന്നത്? ഞാൻ അവതരിപ്പിക്കുന്നു മഴ. ഇന്ന് സ്കൂളിൽ പോണ ഒന്ന് പയ്യങ്ങളെ എന്തെങ്ങനെ മഴക്കാരൊക്കെ ഉണ്ടില്ല. റെഡ് അലേർട്ട് ഒക്കെ ഉണ്ടോ നോക്കിയത്. എന്ത് ആരുടെ അടക്കിടുന്ന് കറണ്ട് ഒന്ന് മുണ്ടായിട്ടൊന്നൂടെ മനുഷ്യനെ മൂടാ കളയാനായിട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോഫി വിത്ത് ഡോക്ടർ വരുണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന വാർത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതെ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റിനകം പൊട്ടി ഉരുൾപൊട്ടി 1 2 3 10 വീടുകളാണ് മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 30ഓളം ആളുകൾ മണ്ണിനടി. കരച്ചിലിന്റെ വോയിസ് കയറി വരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ആൾക്കാരില്ലേ? ആരാ ഫീൽഡിൽ നിന്ന് മാറ്റേ? ഇതൊക്കെ ഉണ്ടാവുന്ന ഞാൻ പണ്ടേ പറഞ്ഞതാ. അന്ന് എന്നെ കളിയാക്കിയവരൊക്കെ എവിടെയാ കാണാനില്ല. ഭഗവാന്റെ ലക്ഷ്യം മഹാഭൂരിപക്ഷത്തിന്റെ സന്തോഷം തന്നെയാണ്. അതിന്റെ ഇടയിൽ ചെറിയ ചില ആൾക്കാർക്ക് അവിടെയും ഇവിടെയും ചെറിയ ചില പൊട്ടലോ ചീറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും നമ്മള് കണ്ടു നടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ മനുഷ്മൃതിയുടെ അത് പറഞ്ഞിട്ടില്ല, വായിച്ചിട്ടില്ലാവോ? നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നു എന്നവർ വായിക്കല്ലോ. അയ്യോ, ആരെ അവിടെ കിടന്ന് കടയണ്ട. അവിടെ വായയിൽ 2 കദളിപ്പഴം അങ്ങോട്ട് തിരിക പൂക്കട്ടെ കാവടി. കടിന്റെ മക്കളെ, നിങ്ങൾ എന്തിനീ മലകൾ ഇടിച്ചു കുന്നുകൾ നിരത്തി മരങ്ങൾ വെട്ടി റിസോർട്ടുകൾ കണ്ടിട്ട് പാർക്കുന്നു? കടിന്റെ ആരാ അവിടെ ഈണത്തില് കരഞ്ഞ് സപ്പോർട്ട് ചെയ്യണത്? കവിത നന്നായി കയ്യടിക്കലില്ല. കടിന്റെ മക്കളെ, ഈ മഴ എന്നൊക്കെ പറയുന്നത് അതൊരു പ്രസ്ഥാനമാണ്. എന്തിട്ട് രസം. അതായത് നമ്മളൊരു 6:30 7 മണി സമയത്ത് കട്ടയ കൂട്ടി വീട്ടില ചെന്ന് അടിച്ച് 2 പോർക്കൊക്കെ വാരി ചെന്ന് ഇരിക്കുന്ന സുഖം. മഴ അടിപൊളിയാണ്. ആരാണ് അവിടെ കിടന്ന് കരയില്ലേ? അവരുടെ അടുത്തൊന്നും തൊള്ള പൊട്ടിരിക്കാൻ പറ്റും. എന്ത് കഷ്ടം നോക്കി മനുഷ്യർ പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഉരുള് പൊട്ടിയ മേഖലയിലാണ് ഗൈസ്. നോക്കൂ ഗൈസ്, മനുഷ്യ മനസാക്ഷി കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗൈസ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിനൊക്കെ കാരണം? അതെ, അതാ കമന്റ്സിൽ പറയുന്നത് പോലെ ഇവിടുത്തെ ആളുകൾ ഈ മരങ്ങൾ വെട്ടുകയും മലകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഗൈസ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഒന്നും മിണ്ടാതിരുന്നൂടെ? ഇവിടെ ഒരു കാര്യം ചെയ്യണമായിരുന്നു. കോമൺ സെൻസ് വേണം. ഞാളല്ല മരങ്ങൾ വെട്ടിയതും മല നശിപ്പിച്ചതും റിസോർട്ട് പണിതതും ഒന്നും ഞാളല്ല. കാട് കയറി വന്നങ്ങളാ. ഒരു കുഞ്ഞ അനീതി ഉണ്ടായിരുന്നു. ഉള്ള കാതിൽ ഒരു കുഞ്ഞ ലോലാക്കുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൂടെ ഓടി നടക്കും. കഴിഞ്ഞ ഉരുൾപൊട്ടല് കൂരൊലിച്ചു പോയി. ഞാൻ ഇടയ്ക്ക് ഓടി നടന്ന് തപ്പി. അവസാനം മണ്ണിന്റെ അടിയിൽ കിട്ടിയത് ഉള്ള ലോലാക്ക് മാത്രം. ഞാളല്ല. ഇത് കേൾക്കണ കരച്ചിലുണ്ടല്ല, ഞാളെ കുട്ടിയോടെ ആകാശം ഉണ്ടായാലും ഇടിച്ചരണ്ടിരിക്കുന്ന ഞാളെ കുട്ടിയോടെയാ, ഞാളല്ല. മഴയുടെ ചാരുതയിൽ കോൾമയർ കൊള്ളുമ്പോൾ മലയാളികൾ ആകാശം ഇരുണ്ടാൽ പേടിച്ചരണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങളും നമുക്കിടയിൽ. അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. നന്ദി, നമസ്കാരം.